ചുറ്റി കാണിക്കുമ്പോൾ വേറെ ലെവലാണ് കേട്ടോ. അത്യാവശ്യം കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാലും കാണാം. അങ്ങോട്ട് നോക്കിയാൽ ആ ഒരു മലനിരകൾ കണ്ടില്ലേ, പർവ്വത നിരകൾ കണ്ടില്ലേ, അത് 1, 2, 3 മലനിരകളാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഈ ഒരു ക്യാമറയിലൂടെ കാണുമ്പോൾ നമുക്കത് ഒറ്റ ലെവലായിട്ട് തോന്നുന്നതാണ്. നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു സൈഡ്. ഇവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ട്, നല്ല തണുത്തിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. അല്ലിമുളം കാടുകളിൽ പാടി വരും യൂട്യൂബാ ഇങ്ങ വാ തമ്പി കൊഞ്ചം ഷൂട്ട് പണിട്ട് പോക തമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇങ്ങ വന്നിട്ട് സമയക്കേ ബിരിയാണി റൈസ് എല്ലാം ഇருக்கு എല്ലാരും ഫാമിലി എങ്ക എന്ത് ഊര്? அம்பாசமுத்திரம். நான் அங்க இருந்து தான் வரேன். அப்படிதான் அண்ணா. ஏன் இப்போ வந்து அந்த அந்த டாமுக்கு கடத்தி விடாது, என்ன பிரச்சனை அங்க? முதல்ல அவ்வளோ டேஞ்சரா? கிளைமேட் எப்படி? குளிரா? நல்லா இருக்கும், தனிப்பா இருக்கும். തണുപ്പാ இருக்குமா? ഓഹോ. അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാ, 1 മണിക്കൂർ നേരമൊക്കെ വെയിറ്റ് ചെയ്യാം. കുറച്ച് കുളിരൊക്കെ കൊണ്ടിട്ട് കാറ്റൊക്കെ കൊണ്ടിട്ട് ബസ്സിൽ ഇങ്ങനെ പോകേണ്ടതല്ലേ? വെള്ളം പോകും, അതാണ്. ഓഹോ. പാപനാശം താമരഭരണി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഗുഡ് മോർണിംഗ് പറയാൻ ഇന്ന് എനിക്ക് യോഗം ഉണ്ടായിട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സമയം കറക്റ്റ് 11:59 അത്രേ ആയിട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മളിന്ന് പോകുന്നത് സകല പാപങ്ങളും കഴുകിക്കളയുന്ന ആ ഒരു താമരഭരണിയുടെ തീരത്തുള്ള പാപനാശം ഡാം കാണുന്നതിനായിട്ടാണ് കേട്ടോ. ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല മഴയാണ് പുറത്ത്, ഒരു രക്ഷയില്ലാത്തൊരു മഴയാണ്. ഫസ്റ്റ് നമുക്കൊരു റെയിൻകോട്ട് ഒപ്പിക്കണം. പിന്നെ ഇതുവരെയായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ലേറ്റ് ആയിട്ടൊരു ചായ, ചിലപ്പോൾ ആ ഒരു പരിസരത്ത് സീസൺ അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടായിക്കോളണമെന്നില്ല. ലേറ്റ് ആയിട്ടൊരു ചായ കുടിച്ചതിന് ശേഷം നല്ല പെരുമഴയത്ത് സെറ്റായിട്ട് നമുക്ക് ആ ഒരു ഡാമൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പൊ നേരെ വീഡിയോയിലേക്ക് വെച്ച് പിടിക്കാം. അങ്ങനെ നമുക്ക് ബസ്സെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബസ്സിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബസ് പോകുന്നത് പാപനാശം വരെ പോവുള്ളൂ. ഡാമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം ഉണ്ട് അവിടുന്ന്. എന്തായാലും ഇവിടെ അരമണിക്കൂർ അങ്ങോട്ട് പോകുന്ന ബസ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതിലും നല്ലത് പാപനാശം പോയിട്ട് ബാക്കി അവിടുന്ന് തീരുമാനിക്കാം കേട്ടോ. ഡാമിലേക്ക് അവിടുന്ന് എങ്ങനെയൊക്കെ പോകാം. നൈസായിട്ടൊരു തേയില തേഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ സമയം കറക്റ്റ് 1:30 മണിയായിട്ടുള്ളൂ. 2:30ക്കാണ് ബസ് വരുന്നത്. അപ്പോൾ അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. പിന്നെ ലാസ്റ്റ് ബസ് അവിടെ നിന്ന് എപ്പോഴാണ് ഇങ്ങോട്ട് ബസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു എന്താ പറയുക, ഒരു ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങാനൊന്നും പറ്റില്ല. ആ ബസ് എത്രത്തോളം നേരം അവിടെ നിർത്തുന്നോ അത്ര നേരം നമുക്ക് അവിടെ കണ്ടിട്ട് ഇങ്ങോട്ട് ആ ബസ്സിൽ തന്നെ തിരിച്ച് വരേണ്ടതായിട്ട് വരുന്നു. ഞാനിവിടെ അന്വേഷിച്ചിട്ട് വെച്ച് പറയുകയാണെങ്കിൽ ആ ബസ്സിൽ തിരിച്ചു വരുന്നതായിരിക്കും സേഫ്. എന്തായാലും 2:30 മണി വരെ ഞാനിവിടെ പോസ്റ്റാണ്. 1 മണിക്കൂറോളം ഞാനിവിടെ പോസ്റ്റ് ആയിരുന്ന അവസ്ഥയാണ്. ഇപ്പോൾ കുറേ നേരമായിട്ടോ. ഇനി ഒരു 1/4 മണിക്കൂർ 15 മിനിറ്റ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു ബസ് വരാനായിട്ട്. ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആകപ്പാടുള്ളത് ഈ ഒരു കടയാണ് കേട്ടോ. ഈ ഒരു കട. പിന്നെ ഇതാണ് തമിഴ്നാട് സ്റ്റേറ്റ് ബസ്സിൻ്റെ ഡിപ്പോ വരുന്നത് അങ്ങോട്ട്. അത് ബസ് സ്റ്റാൻഡല്ല, അതിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പാടില്ല. ബസ് നമ്മളിവിടെ ഇറങ്ങണം. അപ്പോൾ ഇതാണ് അവസ്ഥ. കുറേ ആളുകൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഓപ്പോസിറ്റൊക്കെ കണ്ടില്ലേ, ഒരുപാട് ആളുകൾ 1 മണിക്കൂർ ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഞാൻ മറ്റാളെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് അന്വേഷിച്ച് സംസാരിക്കുന്നതും ഷൂട്ട് ചെയ്യണമൊക്കെ കണ്ടപ്പോൾ ഇവിടെ ഒരാൾക്ക് എൻ്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞു തരണമെന്ന് ഭയങ്കര ആഗ്രഹം. നമ്മൾ പിന്നെ അവരെ എന്താ പറയുക, നിരുത്സാഹപ്പെടുത്തരുത്. അവർക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വരട്ടെ നമ്മളെ ക്യാമറക്ക് മുന്നിൽ. എന്നാ എന്താ பாபநாசத்தை குறித்து ஏதாவது சொல்லுங்கண்ணா. மழை நேரம் டேம் நிறையும் ஃபுல்லாக இருக்கா? எல்லாம் சீசன் கிளைமேட்டு பட்டிய நேரம் இல்லை. எல்லாமே விலங்குகள். உங்கள் பேருண்ணா? என் பேர் பி ரஞ்சித் குமார். எங்கேயா? எங்கே இடம்? எங்கே? வீக்கபுரம். ஓ அப்படியா? ഓ അതെന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നൈസായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഷൂട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. നമുക്ക് പിന്നെ എന്താ പറയുക, അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സംഭവത്തിൽ ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾ കുറച്ച് നേരം ആൾ പറയുന്നത് കേട്ടോ. பிஸ்கெட் இருக்கு, தண்ணி பாட்டில் இருக்கு, கேம்பா, பிரியாணி பிஸ்கெட் இருக்கு. அங்கே கடையில் எல்லாமே இருக்கு. வெளியே அங்கே எல்லாமே இருக்கா? ஓஹோ, உள்ள கொண்டு போகக்கூடாது. அங்கே ஸ்கூல் இருக்கு, திருவள்ளுவர் காலேஜ், அது போக சேர்மதேவி காலேஜ், ரயில்வே ஸ்டேஷன், அதுக்கடுத்து அம்பை
ரயில்வே ஸ்டேஷன் கூடல்வெளி. அதுக்கு பக்கத்தில் அம்பை ரயில்வே ஸ்டேஷன். அதுக்கு பக்கத்தில் அம்பேர் ரயில்வே ஸ்டேஷன்னா അതേ ടൈം. ഞാൻ നൈസായിട്ടൊന്ന് മഴ പെയ്തപ്പോൾ ആളിങ്ങനെ പരസ്പര ബന്ധമല്ലാതെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആൾക്ക് എന്താ പറയുക, എന്നോട് എന്തൊക്കെ സംസാരിക്കണം എന്ന് നല്ല ആഗ്രഹം, ക്യാമറക്ക് മുന്നിൽ സംസാരിക്കണം നല്ലൊരു ആഗ്രഹം, അതുകൊണ്ട് മാത്രമേ എടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് മഴയൊക്കെ പെയ്തപ്പോൾ നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടായിട്ട് ഞാനിതാ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ വന്ന് കയറിയിരുന്നു. എൻ്റെ പിന്നാലെ ഒടിയും വന്നിട്ടുണ്ട്. ആകെ സീനാണ്, എന്തൊക്കെയോ വെച്ച് പറയുന്നുണ്ട്. പഞ്ചാബിലാണ് ഇപ്പോൾ. പഠിച്ചോനെ പാപദാശം പോയിട്ട് പഞ്ചാബ് പോയോ, ഇത് ശരിയാവില്ല. മഴയൊന്ന് തോർന്നിരുന്നെങ്കിൽ, ബസ്സൊന്ന് വന്നിരുന്നെങ്കിൽ കയറി പോകാമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട് കേട്ടോ. അധികം 2.5 മണിക്ക് വരേണ്ട ബസ് വന്നത് 3 മണി. അപ്പോൾ അരമണിക്കൂർ ബസ് ലേറ്റ് ആയിട്ടുണ്ട്. ബസ്സിൽ സീറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കറക്റ്റായിട്ട് ഒരുപാട് സീറ്റുകൾ ഒഴിവുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വിൻഡോയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്രണ്ടിലും അല്ല ബാക്കിലും അല്ല ജെർക്കിങ് കുറഞ്ഞ് കിട്ടും ഗൈസ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ മുന്നോട്ട് കാണാട്ടാ. അതെങ്ങനെയുണ്ട്? എന്താ സ്ഥലം നോക്കിയാൽ തണുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തണുപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കാണുന്നത് ഒരു ഡാമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലെത്തി. ഇവിടെ സീറ്റില്ല, അപ്പോൾ നൈസായിട്ട് സൈഡ്, പക്ഷെ ആ ഒരു സൈഡ് ലെഫ്റ്റ് സൈഡാണ് ഒരുപാട് കാഴ്ചകൾ വരുന്നത്. ഡാമുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ലെഫ്റ്റ് സൈഡാണ് കേട്ടോ. പെൻ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ പോകുന്നത് കണ്ടില്ലേ, അതൊരു ഡാമാണ്. ഒരുപാട് ഡാമുകൾ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എല്ലായിടത്തും കൂടി പെൻ സ്റ്റോക്ക് പൈപ്പുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതൊരു സ്റ്റോപ്പാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ബസ് നിർത്തിയിട്ടുണ്ട്. ഇവിടെ ബസ് ഇതെടുക്കാൻ പോവാണ്. അടിപൊളി സ്ഥലമല്ലേ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. കാരണം ഇത്രയും മലനിരകൾക്കിടയിലുള്ള ഒരു ഗ്രാമം, വീടുകൾ കാര്യങ്ങളൊന്നും അങ്ങനെ അധികം കാണാനൊന്നുമില്ല. ഇനി അങ്ങോട്ട് കുറച്ച് ഉണ്ടാവുമായിരിക്കാം, പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഈ ഒരു ഞാൻ പോണ ബസ് ലാസ്റ്റ് ബസ്സാണ്. ഇതിൽ തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പോലും ഒരു വഴിയില്ലാത്തൊരവസ്ഥയിലാവും. അതുകൊണ്ട് വല്ലാതെ റിസ്ക് എടുക്കാൻ പറ്റില്ല. റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് രാത്രി അവിടെ ലോക്കായി പോകും. 6 മണി അങ്ങനെ എന്തോ ആണ് ബസ് തിരിച്ചു വരുന്നത്. 6 മണിയുടെ മുന്നേ വരും, 5:30 5:45 ആകുമ്പോഴേക്കും. ഇടയ്ക്കിടയ്ക്ക് ബസ് നിർത്തുന്നുണ്ട്. ഇതൊരു വീടാണെന്നൊക്കെ തോന്നുന്നുണ്ട്. അടിപൊളിയാണല്ലേ. എന്താ അവിടെയൊക്കെ താമസിക്കണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, എന്തൊരു ലൈഫ്. ഇവർക്ക് ഇവിടെ BSNL ആണ് സിം വരുന്നത്. 4G പോലും കിട്ടുന്നില്ല, അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. അവിടെ ദൂരെ റോട്ടിൽ കുറച്ച് കുരങ്ങന്മാർ നിൽക്കുന്നുണ്ട് കേട്ടോ സൈഡിലേക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു തരാം. മുഖമൊക്കെ കറുത്ത ഒരു കളറൊക്കെ ആയിട്ടുള്ള കുരങ്ങന്മാരാണ്. ഏത് ഇനത്തിൽപ്പെട്ട ഐറ്റാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അവരെയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ റോഡാണ് കേട്ടോ, ചെറിയ ഇടുങ്ങിയ റോഡാണ്. 2 വാഹനങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാസ് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സൈഡാക്കി കൊടുക്കണം. പ്രൈവറ്റ് വാഹനങ്ങൾക്ക് അങ്ങനെ ഇവിടെ പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രമേ കടത്തി വിടുള്ളൂ. വാട്ട് എ ബ്യൂട്ടിഫുൾ. ഒന്ന് അങ്ങോട്ട് നോക്കിയേ. അയ്യോ, ബസ് കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല പിടപെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. നമുക്ക് കാലിന് സപ്പോർട്ട് അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോ ഹമ്പുകൾ, ഫോറസ്റ്റ് ആയതുകൊണ്ട് ഹമ്പുകളുണ്ട് ഇടയിലായിട്ട്. അപ്പോൾ നമ്മളൊന്ന് കെയർ ചെയ്തിട്ട് ഇരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും, തലയും കുത്തനെ പോകും. അപ്പോൾ ഗൈസ്, നമ്മൾ വന്ന ബസ് ഇതാണ് കേട്ടോ. ഇങ്ങനെ ഒരു സ്പോട്ടിലാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അതായത് അവിടെ ഒരു കോവിൽ വരുന്നുണ്ട്, അവിടെ ഒരു ആറുണ്ട്, നല്ല മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്നാണ് പറയുന്നത്. നമ്മുടെ ബസ്സിലുള്ള ഡ്രൈവറും കണ്ടക്ടറും അവിടെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പുറത്ത് ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും ഒരു ഹോട്ടലാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് സെറ്റ് ആയതിനു ശേഷം അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്താ ഒരു ഫീൽ എന്നറിയോ? ഇത്രയും എന്താ പറയാ, ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ഒരു ഫോറസ്റ്റ്, ഒരു മലയോര മേഖല, തമിഴ്നാടിന്റെ ഒരു അടിപൊളി മലയോര മേഖല, ഒരു ഗ്രാമപ്രദേശം. ചുറ്റിലും എന്താ അവസ്ഥ എന്ന് നിങ്ങൾ നോക്കിയാൽ. അങ്ങോട്ടാണ് ഇനി ഡാമുകൾ വരുന്നത് ട്ടോ. ആ ഡാമിലേക്ക് ഇപ്പൊ പ്രവേശനമില്ല, ആരെയും കടത്തി വിടുന്നില്ല. അവിടെ പോലീസുകാരും കാര്യങ്ങളും ഫോറസ്റ്റിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതുവരെ ഉള്ളൂ ലാസ്റ്റ്
ബസ്സിൽ പോകാൻ പറ്റുന്ന ലാസ്റ്റ് സ്റ്റോപ്പ് ഇത് വരെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് എന്താവത് സാപ്പിടലാമാ, എന്താ ഒരു ഫീൽ എന്ന് പറയാം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാ സത്യം പറയാലോ. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇന്റർനെറ്റിന്റെ ഉപയോഗമൊന്നും ഇല്ലാത്തൊരു നാട്, ഇവിടെ നിന്ന് റേഞ്ചും ഇല്ല ഒന്നുമില്ല കേട്ടോ. വേറൊരു വെറൈറ്റി വൈബ്. എന്തായാലും ഫസ്റ്റ് പോയിട്ട് ഫുഡ് കഴിക്കാം. ഇവിടുന്ന് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോവാം. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, നമുക്ക് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം. ചെറുതായിട്ട് എന്താ കിട്ടണമെന്ന് അറിയില്ല. മീനൊക്കെ നല്ല മസാലയൊക്കെ പനച്ച് വെച്ചിട്ടുണ്ട്. വലിയ ആളുകളെ നമ്മുടെ കാണാനില്ല കേട്ടോ. കൂടുതലായിട്ട് ഇവിടെ ആരും ടൂറിസ്റ്റുകളായിട്ട് എനിക്കിവിടെ കാണാൻ കഴിയുന്നില്ല. എൻ്റെ കൂടെ ഒരാളുണ്ട്. ഞങ്ങൾ രണ്ടാളാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആള് പറഞ്ഞത് എൻ്റെ അടുത്ത് ഇവിടുന്ന് ഫുഡ് കഴിക്ക്, ആൾക്കിപ്പോൾ ഫുഡ് വേണ്ട, തിരിച്ചു വന്നിട്ട് മതി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ഐറ്റംസ് ഉള്ളത് നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ നോക്കാം. നല്ല വിശപ്പ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ക്യാമറ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ട്രൈപോഡിൽ. അപ്പോൾ എന്നെ കാണിക്കുന്നതിലല്ല പ്രസക്തി, ഇവിടെ എങ്ങനെയാണ് ഊണെന്നുള്ള കറക്റ്റായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗിളിൽ വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഫുഡ് വന്നുകൊണ്ടിരിക്കുകയാണ്, ആളിത് അവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ തളിച്ചിട്ടൊന്ന് ഇതൊക്കെ ഒന്ന് നൈസായിട്ടൊന്ന് തുടയ്ക്കാൻ പറഞ്ഞു. അത് നമ്മളെല്ലായിടത്തും പോയി കഴിഞ്ഞാൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചധികമായിട്ടുണ്ട് വെള്ളം, അത് നൈസായിട്ട് പാളിപ്പോയി. അതിൽ വലിയ കാര്യമില്ല. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതെൻ്റെ അവസ്ഥ. ഇനി നമുക്ക് ആഹാ പോരട്ടെ. അച്ചാറ്, മാങ്ങ, നാരങ്ങ, നാരങ്ങ അച്ചാറ്, വടവപ്പുളി. നമ്മളെ സദ്യക്കൊക്കെ കിട്ടുന്ന അച്ചാറാണ് കേട്ടോ, വടവപ്പുളി അച്ചാറാണ്, മറ്റേ നാരങ്ങ അല്ല കേട്ടോ. അടുത്തത് ഇത് എന്നാ, ഇത് വന്ന് കൂട്ടുകറി. കൂട്ട്. അടിപൊളി, സൂപ്പർ. മത്തനാണ് കേട്ടോ, മത്തൻ. ഇത് തോരൻ, ബീൻസ് പയറ് തോരനാണിത്. ബാക്കി ഐറ്റംസുകൾ വരട്ടെ. പോരട്ടെ. ചോറ് വന്നിട്ടുണ്ട്. എന്താ റൈസ്? ബസ്മതി റൈസാ? ബസ്മതി റൈസ് ആണ് കേട്ടോ. എനിക്കാണെങ്കിൽ പിന്നെ ഈ ഒരു റൈസ് തീരെ പിടിക്കില്ല, അത് ഞാൻ ആലോചിച്ചില്ല, ചിന്തിച്ചില്ല. പക്ഷെ കുഴപ്പമില്ല, നല്ല നീളത്തിലുള്ള അരി. നമ്മളെ കോയമ്പത്തൂർ ആ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടില്ലേ, അതേ അരിയാണ് കേട്ടോ. നോക്കാം നമുക്ക്. മീൻ കുളമ്പ് എല്ലാം വരും എന്നൊക്കെ പറഞ്ഞു, വെയിറ്റിങ്ങിലാണ്. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ കയറിയിട്ടുള്ളൂ. ഇന്നത്തെ ഫസ്റ്റ് ഊണായിരിക്കും ഇത്. സമയം ഒരുപാടായിട്ടുണ്ട്. ഞാനിവിടെ വന്നിട്ടൊന്നും എന്താ പറയാ, നല്ല തിരക്കൊന്നും ഉണ്ടായ ഒരു ഇത് കാണുന്നില്ല. അപ്പോൾ ഡാം മീൻ വറുത്തത് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു സൈഡിൽ ഈ ഒരു ആംഗിളിൽ വെക്കാം, അതാകുമ്പോൾ നിങ്ങൾക്കും കാണാൻ കഴിയുമല്ലോ. ഷൂട്ട് ചെയ്യാൻ ആരുമില്ല, അതാണ് ഇപ്പോൾ പെട്ടത്. ഇനി ഡാം മീൻ കറി വരുന്നുണ്ട്. ആഹാ, ഇത് എന്നാ മീന്? കട്ട്ല. കട്ട്ല. ഓ, മീൻ കുളമ്പ് കുറച്ച് മതി കറി, കുറച്ച് മതി. ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ മീൻ കറി വന്നിട്ടുണ്ട്. ഡാം മീൻ ഇതാ കട്ട്ലയാണെന്നാണ് തോന്നുന്നത്. ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അതന്നെയാണെന്ന് പറഞ്ഞു. അച്ചാറ്, തീയല് പോലത്തെ ഒരു സാധനം, മത്തൻ എരിശ്ശേരിയോ അങ്ങനെ എന്തോ, എനിക്ക് അതിനൊക്കെ കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഇത് തോരൻ വന്നിട്ടുണ്ട്. പിന്നെ എന്താ ഡാം മീൻ വറുത്തിട്ടുണ്ട്. അടിപൊളി ഒരു ഊണാണ് കേട്ടോ. അപ്പൊ ഇനി അങ്ങോട്ടൊരു വിജനമായ വഴിയിലൂടെയാണ് നമുക്ക് 1 കിലോമീറ്ററോളം നടക്കാനുള്ളത്. അപ്പോ എന്റെ കൂടെ ഉള്ള ആളാണ് കേട്ടോ, ഇയാളാണ് എന്റെ കൂടെ ഉള്ളത്. ആൾക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ എന്താ പറയാ, ഒരു ചെറിയൊരു മടി. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് നിർബന്ധിക്കാനും പറ്റില്ലല്ലോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ. എന്തേലൊക്കെ ആവട്ടെ. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഈ ഒരു വിജനമായ റോട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് കാണുന്നത് ഇതെന്താ, ചേരട്ട. ആളില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടേന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന, പുലി, കാട്ടുപോത്ത് എല്ലാം ഉണ്ടെന്നാണ് കിട്ടിയ ഇൻഫർമേഷൻ. ഒരാളും വരുന്നുണ്ട് ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആനനെയും പുലിനെയും ചേനനെയൊന്നും കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ചെറുതായിട്ടൊരു പേടി, ഒരുമാതിരി ഒരു കാടിന്റെ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഒറ്റയ്ക്ക് പോകുമ്പോൾ കുറച്ച് ടാസ്ക്കാണ്. ഞാൻ ഒറ്റാളെടുത്ത് പറഞ്ഞു നൈസായിട്ട് ബസ് ഇറക്കി വിടണേ, ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ എത്രത്തോളം നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാ. ആ ഒരു ദൂരെ കാണുന്നുണ്ടോ, അതാണ് കേട്ടോ കോവില് വരുന്നത്. ആ ഒരു റിവറൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത് ഗൈസ്. വാക്കുകൾ പറയാനില്ല, വാക്കുകളൊന്നും പറയാൻ കിട്ടുന്നില്ല, അന്തമാതിരി ഇടം. താമരഭരണി പുഴയുടെ തീരത്ത് വെള്ളമൊക്കെ കുറവാണ് കേട്ടോ പുഴയില്. ഈ സൈഡൊക്കെ നോക്കിയാ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അതിലെ നേരെ കാണുന്ന വഴിയുണ്ടോ, അതിലേ പോയിട്ട് ആ ഒരു കോവിലിന്റെ പരിസരമൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് വരാം.
എന്നിട്ട് ലാസ്റ്റ് അവസാനം ഈ കാണുന്ന ഒരു വ്യൂ പോയിന്റ് ഇത് കണ്ടോ, ആ ഒരു മേലെ കയറി നിന്നിട്ട് നമുക്ക് ഇതിന്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കൂടി പകർത്തിയെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പൊ നേരെ പോകുന്നത് അവിടെ ദൂരെ നിന്നിട്ട് ഷൂട്ട് ചെയ്യുന്നത് കണ്ടപ്പോ യൂട്യൂബാ മലയാളം കേരള യൂട്യൂബാ ഇങ്ക വാ തമ്പി കൊഞ്ചം ഷൂട്ട് പണിട്ട് പോക തമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇങ്ക വന്നിട്ട് സമ്മതിക്കലേ? ബിരിയാണി റൈസ് എല്ലാം ഇருக்கு എല്ലാവരും ഫാമിലി. எங்க எந்த ஊரு? அம்பாசமுத்திரம். நான் அங்க இருந்து தவிர அப்படிதான் சாப்பாடு முடிஞ்சிருக்கு. அங்க இருந்து சாப்பிடுது ஹில் கேச்சர். ഞാൻ കൊടുப்பேன் ചാനലിൽ சொல்லி കൊടുப்பேன் ഫോണില്. യൂട്യൂബില് വരും, യൂട്യൂബിലെ വരും. ഉങ്ക ഫാമിലിയുടെ വില്ലനാണ് അവ, കുറച്ച് വില്ലനാണെന്നാണ് പറയുന്നത് കേട്ടോ. ബാറ്റിങ്ങിലാണ്. അപ്പൊ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാരും ഹാപ്പി അല്ലേ? അപ്പൊ ഞാനൊന്ന് അതിന്റെ പരിസരമൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം കേട്ടോ. ശരി. ഇങ്ങേതാ സമ്മതിക്കണേ? ഇങ്ങ വന്നതൊക്കെ അപ്പുറം. അത് നൈസ് ഒരു പരിപാടിയാണ്. ഫാമിലി ആയിട്ട് ബസ്സൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ അല്ലെ? അപ്പൊ ഇതാ ഗ്യാസിന്റെ 2 കുറ്റിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇനി എങ്ക പോറേ? ഇനി വീട്ടിക്ക്. ഇവിടെ അടുത്തുള്ള സ്ഥലത്ത് തന്നെ വന്നിട്ടുള്ളത്. പക്ഷെ അവര് അവരുടേതായ ഒരു ഫുഡ് കാര്യങ്ങള് ഫങ്ഷൻ ബായ് പേരെന്നാ? അവൻ കരഞ്ഞ് അതുപാടെ കലവിലായിട്ട് മറ്റാള് കരഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല. ഇവന്റെ ഫംഗ്ഷനൊക്കെ വന്നതാ. ഇവിടെ എന്തോ കുട്ടികൾക്ക് എന്തോ മൊട്ട അടിക്കുന്ന ചടങ്ങുണ്ട്. അതിന്റെ ഫംഗ്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് കേട്ടോ ഇവിടെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അങ്ങനെ പറ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഞാൻ പോയിട്ട് വരാം. സാപ്പിട്ട് ശരി. ഓക്കെ. ഈ റോഡ് ഇരുന്നിട്ട് എന്താ പറയാ, ഫുഡൊക്കെ കഴിക്കുമ്പോ ഇവിടെ ആളുകള് വെയിറ്റിംഗ് ഉണ്ട് കേട്ടാ. നൈസ്. ഞാനൊന്നും ചെയ്യണില്ല, ഞാൻ ഒന്നും ചെയ്യാൻ വന്നല്ലേ. ഞാൻ ഈ സൈഡ് കൂടെ നൈസായിട്ട് പോയിക്കോളാം. കല്ലൊക്കെ എടുത്ത് എറിയാനുള്ള പരിപാടിയാണ്. പിന്നെ നമ്മുടെ സ്വന്തം ആൾക്കാർ ഇവിടെ ഉള്ളപ്പോ പിന്നെ ഇനി എതൊക്കെ ഭയോ? ഇനി എന്തിന് ബസ് ഒന്നും കാര്യമാക്കൊന്നും വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന ബസ്സിലാണ് അവര് വന്നത്. അവരെ കൂടെ നൈസായിട്ട് അവര് അംബാസമുദ്രം വരെ ഉണ്ടാവും. അതുകൊണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല. നൈസായിട്ട് എല്ലാം ചുറ്റിപ്പാക്കறதுக்கு അപ്പുറം എല്ലാം കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് പോയാൽ മതി. അടിപൊളി ആളുകൾ കേട്ടോ. എങ്ങനെയുണ്ട്? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എങ്ങനെയുണ്ട്? ഞാൻ പറയുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾ എന്താ പറയാ നേരിട്ട് കാണുന്നതല്ലേ. അപ്പൊ എങ്ങനെയുണ്ട് ആളുകള്? വേറെ ലെവലല്ലേ സത്യം. ഒരു പ്രത്യേക ഒരു ഫീൽ ആണ് കേട്ടോ. ഒരു കോവിലും പരിസരമൊക്കെ ആയിട്ട് വരുന്നത്. ഇവിടെ ഒരു ഹോട്ടലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ അകത്ത് ഒരു ഹോട്ടല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളോട് അവർ കുറെ പറഞ്ഞു കേട്ടോ, ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന്. ഞാൻ പറഞ്ഞു ഫുഡ് ഞാനിപ്പോ കഴിച്ചിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അവരെ കൂടെ ഇരുന്നിട്ട് ഞാൻ കഴിച്ചിരുന്നു. നല്ല ബിരിയാണിയൊക്കെ ഉണ്ട്, തമിഴ്നാട് ബിരിയാണി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു നേരം ഒരു തവണ കഴിച്ചാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ക്ഷീണാവും, പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ തോന്നും, നമ്മൾ മടിയന്മാരാകും. ഇതിന്റെ മേലെ കണ്ടോ കുരങ്ങന്മാര് നിൽക്കുന്നുണ്ടോ? അടിപൊളിയല്ലേ? ഒരു പക്ഷെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കറങ്ങുന്നതിനേക്കാളും ഇനി എത്രയോ ബെറ്റർ ആണ് അവിടെ പോയിട്ട് തിരിച്ച് അതിന്റെ മേലെ കയറിയിട്ട് ഷൂട്ട് ചെയ്യുന്നത്. നമ്മളെ കൂടെ വന്ന ആള് എങ്ങോട്ടോ പോയിട്ടുണ്ട്, ഒരു പിടുത്തൊന്നുമില്ല. തിരിച്ച് എന്തായാലും ഒരു വഴി കൂടെ തന്നെ ആയിരിക്കും. തിരിച്ചു വരുമ്പോ പിടിക്കാം. ഗൈസ്, നമ്മൾ അങ്ങോട്ട് പോകുമ്പോ സംഭവം കാണുന്ന കണ്ടോ? അത് ഇവിടുത്തെ ഗാർഡ്സിന്റെ എന്താ പറയാ, ഈ ഒരു എല്ലാ പരിസരവും കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്ന തോന്നണില്ല ഗൈസ്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവര് ചിലപ്പോ ഫുഡ് കഴിക്കാൻ എന്തിനേലും പോയതാവോ. നോക്കാ, കയ്യിലെടുക്കാൻ പറ്റുമോ നോക്കാ. അതിനല്ലേ നാവിരിക്കണത് അല്ലേ? തമിഴൊക്കെ അറിഞ്ഞാൽ മതിയായിരുന്നു. അവർക്കറിയാലോ അല്ലേ? അറിഞ്ഞിടന്നൊക്കെ തോന്നുന്നുണ്ട്. എന്തോ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം നോക്കിയാ, വേറെ ലെവൽ ഐറ്റോ. ഒന്നും പറയാനില്ല. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് ഇത്രയും വലിയൊരു നഷ്ടം വേറെ ഉണ്ടാവൂല. അപ്പോൾ ഗൈസ്, നമ്മൾ അവരോട് ചോദിച്ചിരുന്നു അവിടെ കയറിയിട്ട് അതിൻ്റെ ടോപ്പിലൊന്ന് കയറിയിട്ടൊന്ന് ഷൂട്ട് ചെയ്യട്ടെയെന്ന്. അപ്പോൾ അവർ പറഞ്ഞ് അങ്ങോട്ട് അലൗഡ് ഇല്ല എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ ഞാനിത് എവിടേക്ക് അപ്ലോഡ് ചെയ്യുന്നവർക്ക് പറയാൻ പറ്റില്ലല്ലോ, അവർക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അവരുടെ തൊഴിലിനെ ബാധിക്കുന്ന മാറ്ററാണ്. അലൗഡ് ഇല്ല, പെർമിഷൻ ഇല്ല, അതുകൊണ്ട് നീ അപ്പുറത്തെ പാറയിൽ കയറിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു പാറയിൽ കയറിയിട്ടുണ്ട്. ഞാനങ്ങനെ ഈ ഒരു പാറയിലേക്ക് നൈസായിട്ട് കയറി വന്നിട്ട് ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞാലും ഒന്ന് ചുറ്റി കാണിക്കുമ്പോൾ വേറെ ലെവലാണ് കേട്ടോ. അത്യാവശ്യം കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാലും കാണാം. അങ്ങോട്ട് നോക്കിയാൽ ആ ഒരു മലനിരകൾ കണ്ടില്ലേ, പർവ്വത നിരകൾ കണ്ടില്ലേ, അത് 1, 2, 3 മലനിരകളാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഈ ഒരു ക്യാമറയിലൂടെ കാണുമ്പോൾ നമുക്കത് 2 ഒറ്റ ലെവലായിട്ട് തോന്നുന്നതാണ്.
നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു സൈഡ്. ഇവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ട്, നല്ല തണുത്തിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. ഈ ഒരു ക്ലൈമറ്റിൽ ഈ ഒരു സീനറി നമുക്ക് നൈസായിട്ടൊരു BGMൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഒന്ന് ചുറ്റിക്കണ്ടാലോ. എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, അതാ പിടിച്ചേക്ക്. இப்படி இருக்கு, செம்மா இருக்குல்ல இந்த இடம். ഇതൊക്കെ മിസ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലം, അടിപൊളി സ്ഥലം. കാണാനായാലും ഇവിടുത്തെ ആളുകളായാലും അവരുടെ സ്നേഹമായാലും ഇതൊക്കെ മിസ് ചെയ്യാത്തൊരു യാത്ര എനിക്ക് ഇവിടെ കിട്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ പരിമിതമായതുകൊണ്ട് തന്നെ 1 കിലോമീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്, നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ തിരിച്ചും നടക്കാനുണ്ട്. എത്രയും പെട്ടെന്ന് അവിടെ എത്തണം, 1/2 മണിക്കൂറേ ഉള്ളൂ. കൂടെ വന്ന ആളെ കാണാനൊന്നുമില്ല, നോക്കട്ടെ. പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് വെച്ച് നടക്കും. എത്രയും പെട്ടെന്ന് അവിടെ എത്തണം, ആ ബസ്സിൽ തന്നെ തിരിച്ചു പോകണം, അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ കൂടുതലായിട്ടൊന്നും നോക്കണ്ട, ഇതിലും മനോഹരമായിട്ടുള്ള തെങ്കാശിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് ഇനി പോകുന്നത്. അപ്പോൾ പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നോക്കും വേണ്ട, ഒന്നും നോക്കണ്ട. ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ചൊരു സൈനിങ് ഓഫ് പറയാൻ പോവുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.